രണ്ട് മുട്ടയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ജാപ്പനീസ് പാൻ കേക്ക് ഉണ്ടാക്കാം. ആദ്യം 2 ബൗളും 2 മുട്ടയും എടുത്ത് മഞ്ഞയും വെള്ളയും വേറെ വേറെയാക്കി എടുക്കുക. മഞ്ഞ ഉള്ള ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇതുപോലെ അരിച്ചിട്ട് കൊടുക്കുക. 2 തുള്ളി വാനില എസൻസും ഇട്ട് കൊടുക്കുക. അതും നല്ലപോലെ ഇളക്കി മാറ്റിവെക്കാം. ഇനി മുട്ടയുടെ വെള്ള നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. പതഞ്ഞു വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കലക്കി വെച്ച മഞ്ഞയിലേക്ക് ബീറ്റ് ചെയ്ത വെള്ള 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഈ മിക്സ് വെള്ളയിലേക്കിട്ട് സ്പാച്ചില കൊണ്ട് പതിയെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് ഇത് നിറച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി ബട്ടർ തേച്ച് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പാനിൽ ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ വെള്ളവും ഇട്ട് കൊടുത്ത് 3 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ശേഷം മറിച്ചിട്ട് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ജാപ്പനീസ് പാൻ കേക്ക് റെഡി. ഇതിന്റെ മുകളിൽ തേനോ മേപ്പിൾ സിറപ്പോ ഇട്ട് കഴിക്കാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.